ഹലോ ഹലോ ലൈനിലില്ലേ? ആ സാർ കേൾക്കുന്നുണ്ട്. തുടങ്ങാം. ആ 5 കൂടെ വായിച്ചേ. ഹൂ ഇസ് എ പബ്ലിക് സെർവൻറ്റ് അവിടെ നിന്നിട്ട് പോരെ. അതെ. Who is a public servant? Section 21. The words public servant denote a person calling under any of the following descriptions hereinafter following, namely, first, repealed by the adoption of laws order 1950. Second, every commissioned officer in military, naval or air forces of India. Third, every judge including any person empowered by law to discharge whether by himself or as a member of any body of persons any adjudicatory functions. Fourth, every officer of a court of justice including a liquidator, receiver or commissioner whose duty it is as such officer to investigate or report on any matter of laws or fact or to make, authenticate or keep any document or to take charge or dispose of any property or to execute any judicial process or to administer any oath or to interpret or to preserve order in the court, and every person specially authorized by a court of justice to perform any of such duties. Fifth, every juryman, assessor or member of a panchayat assisting a court of justice of public servant. മതി മതി Sixth, മതി മതി. നോക്കൂ. ഹൂ ഈസ് എ പബ്ലിക് സർവൻറ്റ്? 1860 മെക്കാളെ പ്രഭു പബ്ലിക് സർവൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ്? The word public servant denotes a person calling under any of the following description hereinafter following name. താഴെ പറയുന്ന ഏതെങ്കിലും വിവരണത്തിൽ വരുന്ന എല്ലാവരും പബ്ലിക് സർവൻ്റാണ്. അതിനെ നമ്മൾ ഈ പറയുന്ന ഡെഫിനിഷൻ എന്താണ്? ഇൻക്ലൂസീവ് ഡെഫിനിഷൻ. എന്ത് ഡെഫിനിഷൻ നോക്കണേ? ഇൻക്ലൂസീവ്. എന്താണ്? ഈ താഴെ പറഞ്ഞതും പിന്നെ വേറെ എവിടെങ്കിലും പറയുന്നതും ഒക്കെ പബ്ലിക് സർവൻ്റ് ആവും. അതാണ് ഇൻക്ലൂസീവ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ്, റിപ്പീൽഡ് ബൈ അഡോപ്ഷൻ ഓഫ് ലോസ് ഓർഡർ 1950. ഫസ്റ്റിൽ ആരെ ആയിരുന്നോ പറഞ്ഞിരുന്നത് അതിനെ ഒഴിവാക്കും. രണ്ടാമത്തത് സെക്കൻഡ്. അവിടെ വേണമെങ്കിൽ സെക്കൻഡിലി എന്ന് എഴുതാം നമുക്ക്. Every judge including any person empowered by law to discharge whether by himself or as a member of any body of person of adjudicatory. ഒരാൾ നേരിട്ടോ അല്ലെങ്കിൽ അയാൾ ഒരു കമ്മീഷൻ 1, 2, 3 ചെയർമാനും അതർ മെമ്പേഴ്സ് അങ്ങനെ ഒന്നിലധികം വ്യക്തികളുമായോ ബോഡി ഓഫ് പേഴ്സണിൽ ഇരുന്നു കൊണ്ടോ അഡ്ജുഡിക്കേറ്ററി ഫങ്ഷൻ ചെയ്യുന്നയാള് എന്ത് പറയും? പബ്ലിക് സെർവൻ്റ് എന്ന് പറയും. മനസ്സിലായോ പറഞ്ഞത്? എവരി ജഡ്ജ്, എല്ലാ ജഡ്ജും, ഇൻക്ലൂഡിങ് എനി പേഴ്സൺ എംപവേർഡ് ബൈ ലോ ടു ഡിസ്ചാർജ് വെദർ ബൈ ഹിംസെൽഫ്, അയാൾ ഒറ്റയ്ക്കോ ഓർ ആസ് എ മെമ്പർ ഓഫ് എ ബോഡി ഓഫ് പേഴ്സൺ, ഒന്നിലധികം അംഗങ്ങളിരിക്കുന്നൊരു ബോഡിയിലൂടെയോ എനി അഡ്ജുഡിക്കേറ്ററി ഫങ്ഷൻ, എന്തെങ്കിലും ജുഡീഷ്യൽ ഫങ്ഷൻ ചെയ്താൽ, എന്തെങ്കിലും ജുഡീഷ്യൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരാൾ ഒറ്റയ്ക്ക് ചെയ്താലോ അയാൾ കൂട്ടായിട്ട് ചെയ്താലോ അയാളെ നമ്മളെന്ത് പറയും? പബ്ലിക് സെർവൻ്റ് എന്ന് പറയും. മനസ്സിലായോ ദിയ? മനസ്സിലായി. ഓക്കെ. അടുത്തത് തേർഡ് ലീ എന്ന് വേണേലും വായിക്കാം. തേർഡ് നമ്മൾ അത് പറഞ്ഞു. ഇനി ഫോർത്ത് എന്താ പറയുന്നത്? എവരി ഓഫീസർ ഓഫ് എ കോർട്ട് ഓഫ് ജസ്റ്റിസ്. കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്താണ് നമ്മളിവിടെ പറഞ്ഞത്? എവിടാ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്? ഇമ്പോർട്ടന്റ് ഡെഫിനിഷനിലെ ജഡ്ജിനെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ കോർട്ട് ഓഫ് ജസ്റ്റിസ് മറ്റേ ഇമ്പോർട്ടന്റ് ഡെഫിനേഷൻ കഴിഞ്ഞിട്ട്. അതെ, ജഡ്ജി കോർട്ടിനെ ഡിഫൈൻ കോർട്ട് ഓഫ് ജഡ്ജിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്
നമ്മൾ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ ഡിഫൈൻ ചെയ്തു അല്ലേ? അപ്പോൾ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഉള്ള എല്ലാ ഓഫീസറും ആരാണ്? പബ്ലിക് സർവൻ്റ്, ഇൻക്ലൂഡിങ് എ ലിക്വിഡേറ്റർ. ലിക്വിഡേറ്റർ പബ്ലിക് സർവൻ്റാണ്. റിസീവർ പബ്ലിക് സർവൻ്റാണ്. കമ്മീഷണർ പബ്ലിക് സർവൻ്റാണ്. ഹൂസ് ഡ്യൂട്ടി, അവരുടെ ഡ്യൂട്ടി എങ്ങനെ ആയിരിക്കണം? ഇറ്റ് ഈസ് as such officer to investigate or report on any matter. അയാൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ റിപ്പോർട്ട് ചെയ്യണം. എനി മാറ്റർ ഓഫ് ലോ, എന്തിനെക്കുറിച്ച്? നിയമത്തെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നയാൾ, നിയമത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നയാൾ. ആരൊക്കെ? ലിക്വിഡേറ്റർ, റിസീവർ, കമ്മീഷണർ, ഇവരെല്ലാം പബ്ലിക് സർവൻ്റാണ്. ഓർ അല്ലെങ്കിൽ എന്താണ്? ഫാക്റ്റ്, നിയമം റിപ്പോർട്ട് ചെയ്യുന്നയാൾ പബ്ലിക് സർവൻ്റാണ്. ഫാക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ആളും പബ്ലിക് സർവൻ്റാണ്. ടു മേക്ക് ഒതൻറ്റിക്കേറ്റ്, എന്തിനു വേണ്ടി? ആധികാരികമായി നിയമം റിപ്പോർട്ട് ചെയ്യുന്നയാൾ, ആധികാരികമായി ഒരു കേസിൻ്റെ ഫാക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നയാൾ, അയാൾ ലിക്വിഡേറ്റർ ആയാലും റിസീവർ ആയാലും കമ്മീഷണർ ആയാലും അയാൾ പബ്ലിക് സർവൻ്റ് ആകുന്നു. ഓർ ടു കീപ്പ് എനി ഡോക്യുമെൻറ്റ്, ഡോക്യുമെൻ്റ് സൂക്ഷിക്കുന്നയാൾ പബ്ലിക് സർവൻ്റ് ആകുന്നു. ഓർ ടു ടേക്ക് ചാർജ് ഓർ ഡിസ്പോസ് ഓഫ് ദ പ്രോപ്പർട്ടി, ഓർ ടു എക്സിക്യൂട്ട് എനി ജുഡീഷ്യൽ പ്രോസസ്. ആധികാരികമായി ഡോക്യുമെൻ്റ് സൂക്ഷിക്കുന്നയാൾ പബ്ലിക് സർവൻ്റ് ആകുന്നു. ഡോക്യുമെൻറ്റിൻ്റെ ചാർജുള്ളയാൾ പബ്ലിക് സർവൻ്റ് ആകുന്നു. ഡോക്യുമെൻ്റ് 15 വർഷം കഴിഞ്ഞാൽ നശിപ്പിച്ച് കളയുന്നയാൾ പബ്ലിക് സർവൻ്റ് ആകുന്നു. ഇപ്പോൾ 15 വർഷം വരെ ഡോക്യുമെൻ്റ് സൂക്ഷിക്കാം. ഇപ്പോൾ ഇലക്ട്രോണിക്കിൻ്റെ കാര്യം എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാമല്ലോ, കേട്ടോ. പിന്നെ എക്സിക്യൂട്ട് ജുഡീഷ്യൽ പ്രോസസ്, ഒരു ജഡ്ജി ഇട്ട ഉത്തരവ് നടപ്പാക്കുന്നയാൾ, അതാണ് എക്സിക്യൂഷൻ. ജുഡീഷ്യൽ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യുന്നയാൾ പബ്ലിക് സർവൻ്റ് ആകുന്നു. ഓർ ടു അഡ്മിനിസ്റ്റർ എനി ഓത്ത്, ഒരു സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നയാൾ പബ്ലിക് സർവൻ്റ് ആകുന്നു. ഓർ ഇന്റർപ്രറ്റ്, ടു പ്രിസർവ് ഓർഡർ ഓഫ് ദ കോർട്ട്, കോടതിയുടെ ഉത്തരവിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നയാൾ, വ്യാഖ്യാനിക്കുന്നയാൾ പബ്ലിക് സർവൻ്റ് ആകുന്നു. അത് പ്രിസർവ് ചെയ്യുന്നയാൾ, സൂക്ഷിക്കുന്നയാൾ പബ്ലിക് സർവൻ്റ് ആകുന്നു. ആൻഡ് ടു എവരി പേഴ്സൺ സ്പെസിഫിക്കലി ഓതറൈസ്ഡ് ദ കോർട്ട് ഓഫ് ജസ്റ്റിസ് ടു പെർഫോം സച്ച് ഡ്യൂട്ടി. മേളിൽ പറയുന്നതും കോടതി സംബന്ധവുമായ ജോലികൾ ചെയ്യുന്ന എല്ലാവരും എന്താകുന്നു? പബ്ലിക് സർവൻ്റ് ആകുന്നു. മനസ്സിലായോ? നോക്കിക്കോ, മനസ്സിലായി. അവനോട് പറഞ്ഞു. എവരി ഓഫീസർ ഓഫ് എ കോർട്ട്, കോടതിയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും. എങ്ങനെയാ? കോർട്ട് ഓഫ് ജസ്റ്റിസിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും. ആരൊക്കെ? ലിക്വിഡേറ്റർ, റിസീവർ, കമ്മീഷൻ ഓഫീസർ. ഇവരെന്തൊക്കെ ചെയ്താൽ? ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ, ഒരു മാറ്റർ റിപ്പോർട്ട് ചെയ്താൽ, ഏതിനെക്കുറിച്ചുള്ള മാറ്ററുകൾ റിപ്പോർട്ട് ചെയ്താലും, ലോയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്താലും, ഫാക്റ്റിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്താലും, ആ റിപ്പോർട്ട് ആധികാരികമാണെങ്കിൽ അവരെന്താണ്? പബ്ലിക് സർവൻ്റ് ആകും. അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് സൂക്ഷിക്കുന്നയാൾ പബ്ലിക് സർവൻ്റ് ആകുന്നു. ഡോക്യുമെൻറ്റിൻ്റെ ചാർജുള്ളയാൾ പബ്ലിക് സർവൻ്റ് ആകുന്നു. ഒരു പ്രോപ്പർട്ടിയുടെ ചാർജുള്ളയാൾ പബ്ലിക് സർവൻ്റ് ആകുന്നു. കോടതി ഉത്തരവ് നടപ്പാക്കുന്നയാൾ പബ്ലിക് സർവൻ്റ് ആകുന്നു. കോടതി ഉത്തരവിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പബ്ലിക് സർവൻ്റ് ആകുന്നു. അതിനെ വ്യാഖ്യാനിക്കുന്നയാൾ പബ്ലിക് സർവൻ്റ് ആകുന്നു. അങ്ങനെ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പ്രത്യേകമായ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുള്ള എല്ലാവരെയും നമ്മളെന്ത് പറയുന്നു? പബ്ലിക് സർവൻ്റ് എന്ന് പറയുന്നു. മനസ്സിലായോ? നമുക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ. അഞ്ചാമത്, എവരി ജൂറിമൻ, അസസർ ഓർ മെമ്പർ ഓഫ് എ പഞ്ചായത്ത് അസിസ്റ്റിംഗ് കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈസ് എ പബ്ലിക് സർവൻ്റ്. ഈ ജൂറിമൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ പരിപാടി ഇല്ല. നാനാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ കേസിലാണ് അവസാനമായി ജൂറി ട്രയൽ ഉണ്ടായത്. ജൂറിമൻ എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജി ഉണ്ടാവും. ജഡ്ജിയോടൊപ്പം സമൂഹത്തിലെ പൗരപ്രമാണിമാരെയും കൂടെ ഇരുത്തും.
കേസ് കേൾക്കാനും വിധി പറയാം. പക്ഷേ ജഡ്ജി പറയുന്ന വിധിയായിരിക്കും അന്തിമമായിരിക്കും. ഉദാഹരണത്തിന് അഞ്ജുഷ ഇപ്പോൾ ഇടുക്കിയിൽ പീരുമേട് ഭാഗത്തെ ജുഡീഷ്യൽ ഓഫീസറാണെന്ന് കരുതുക. അവിടുത്തെ പൗരപ്രമുഖൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരാണ്. CPIയിൽ നിന്നൊരു മെമ്പറെ വെക്കുന്നു, CPMൽ നിന്നൊരു മെമ്പറെ വെക്കുന്നു, BJPയിൽ നിന്നൊരു മെമ്പറെ വെക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിലിരിക്കുന്ന പാർട്ടിയിലെ ഓരോരുത്തരും ഒരു അംഗങ്ങളെ വെച്ചാൽ ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും വന്നിരുന്നാൽ അവർ ജഡ്ജിയല്ല, അവർ നമ്മൾ പറഞ്ഞ ജൂറിമെൻ എന്നാണ്. അപ്പോൾ ജൂറിമെൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. എന്താണ്? എവരി ജൂറിമെൻ, അസസർ ഓർ മെമ്പർ ഓഫ് എ പഞ്ചായത്ത് അസിസ്റ്റിംഗ് എ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈസ് എ പബ്ലിക് സർവൻറ്റ്. കോടതിയെ സഹായിക്കുന്നതിന് വേണ്ടി ജൂറിമെൻ വന്നാൽ ആ ജൂറിമെൻ അങ്ങനെ സഹായിക്കുന്ന സമയത്ത് പബ്ലിക് സർവൻ്റാണ്. 6 എവരി ആർബിട്രേറ്റർ. എന്താ ആർബിട്രേറ്റർ? തർക്ക പരിഹാര സെറ്റ്. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അദാലത്ത് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. സിവിൽ കേസുകൾ, ഫാമിലി കേസുകളൊക്കെ ആദ്യം ഒരു 3 തവണ എങ്ങോട്ട് പറഞ്ഞു വിടും. നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു തീർക്കും എന്ന് പറഞ്ഞു ഈ ആർബിട്രേറ്റർ പറഞ്ഞു. അതാണ് ആർബിട്രേറ്റർ. And other person who may cause or the matter has been referred to decision or report to the court of justice. ആദ്യം ഈ തർക്ക പരിഹാര സെല്ലിലേക്ക് സിവിൽ കേസുകൾ വിടും, ഫാമിലി കേസുകൾ വിടും. അങ്ങനെ വിടുമ്പോൾ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം കോർട്ട് ഓഫ് ജസ്റ്റിസിനെ അസിസ്റ്റ് ചെയ്യാനിരിക്കുന്നവരാണ്. Those members are considered as public servants. കോർട്ട് ഓഫ് ജസ്റ്റിസിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇരിക്കുന്ന ആർബിട്രേറ്റർമാർ പബ്ലിക് സർവൻ്റ് ആണ്. എന്താണ് പറഞ്ഞത്? ഓർ ബൈ എനി അതർ കോമ്പിറ്റൻ്റ് പബ്ലിക് അതോറിറ്റി. ആർബിട്രേറ്റർ അല്ല, അയാളെ ആർബിട്രേറ്ററായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തില്ല. പക്ഷെ തർക്കപരിഹാര സെല്ലിൽ ഒരാൾ ഇരിപ്പുണ്ട്, അയാൾ ഈ പണിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മെൻ ഓൾസോ included in the category of public servants. അയാളും പബ്ലിക് സർവൻറ്റിൻ്റെ കാറ്റഗറിയിൽ പെടും. മനസ്സിലായോ? മനസ്സിലായി. അടുത്ത് ഇതൊക്കെ കാണാതെ പഠിക്കണോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ കാണാതെ പഠിക്കണം. ഇതിനെന്നറിയാം, ഇതിൻ്റെ ഏതെങ്കിലും ഒരു വരി എടുത്തിട്ടായിരിക്കും പബ്ലിക് സർവൻ്റ് ആണോ അച്ഛനും. അപ്പോൾ നമ്മൾ തല തിരിഞ്ഞ് പോകും. തല കുത്തി നിന്നാൽ പോലും ചിലപ്പോൾ ഓർമ്മ വരും. എവരി ആർബിട്രേറ്റർ, അത് നമ്മൾ പറഞ്ഞു. അടുത്ത നോക്കൂ, 7th ലീ. 7th ലീന്ന് അവിടെ ഇല്ല, 7th. Every person who holds office on any virtue of which he is empowered to place, keep any person in confinement. നോക്കൂ, സർക്കാരിന് വേണ്ടി ഒരാളെ പിടിച്ച് തുറുങ്കിലടയ്ക്കാൻ അധികാരമുള്ളവർ ആരാണ്? പബ്ലിക് സർവൻ്റാണ്. കൺഫേം ചെയ്യാം. നമ്മൾ എങ്ങോട്ടും പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റൂമിൽ കൂട്ടിയിടുന്നതിനെയാണ് കൺഫേം ചെയ്യാറ്. റോങ്ഫുൾ കൺഫേംമെൻറ്റ്, റോങ്ഫുൾ റെസ്ട്രെയിൻമെൻ്റ് ഒക്കെ നമ്മൾ പഠിക്കും. അങ്ങനെ നമ്മളെ കൺഫേം ചെയ്യാൻ അധികാരമുള്ളയാൾ ഈസ് എ പബ്ലിക് സർവൻ്റ്. മനസ്സിലായോ? അടുത്ത് മനസ്സിലായി സാർ. Every officer of the government whose duty it is as such officer to prevent offences. ഒരു കുറ്റകൃത്യം നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുള്ള കുറ്റകൃത്യത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഓഫീസേഴ്സ്, പ്രിവെൻറ്റീവ് ഓഫീസർ ഈസ് എ പബ്ലിക് സർവൻ്റ്. To give information to the offense. അവിടെ കുറ്റകൃത്യം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇൻഫർമേഷൻ തരാൻ ഒരാളെ ഏൽപ്പിച്ചാൽ that person is also public servant. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? Or bring the offences to justice, court of justice. ഒരുത്തൻ കുറ്റം ചെയ്തു, അതിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ട് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരും. ആ പോലീസുകാരൻ നമ്മുടെ പബ്ലിക് സർവൻ്റ്. സേഫ്റ്റി ഓർ കൺവീനിയൻസ്. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ, ഫയർ ആൻഡ് സേഫ്റ്റി, ഫയർഫോഴ്സ് പബ്ലിക് സർവൻ്റാണ്.
കൺവീനിയൻസ്, സർക്കാരിൻ്റെ കൺവീനിയൻസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, അവരും എന്താണ്? പബ്ലിക് സർവൻറ്റ്. അടുത്തത് 9th. ആ 8 നിയമങ്ങളൊന്ന് വായിച്ചു. നിയമങ്ങളില്ലേ ലൈനിൽ? പോയോ? ഞാനാണോ സാർ? ദിയ ദിയ ദിയ. Who is a public servant? Section 21. The word public servant denotes a person calling under any of the following descriptions hereinafter following, namely, first, repealed by the adoption of Law Order 1950. Second, every commission officer in military, naval, or air force of India. Third, every judge, including any person empowered by law to discharge, whether by himself or as the number of any body or person, any adjudicatory function. Fourth, every officer of the Court of Justice, including a liquidator, receiver, or commissioner, whose duty it is as such officer to investigate or report on any matter of law, fact, or to make, authenticate, or keep any document, or to take charge or dispose of any property, or to execute any judicial process, or to administrate any oath, or to interpret or to preserve order in a court, and every person specially authorized by a court of justice to perform any of such duties. Fifth, every juryman, assessor, or member of the panchayat assisting a court of justice of public servant. Sixth, every arbitrator or other person to whom any cause of or matter has been referred, or a decision or report by any court of justice or by any other competent public authority. Seventh, every person who holds any office by virtue of which he is empowered to place or keep any person in confinement. Eighth, every officer of the government whose duty it is, as such as officer, to prevent offences, to give information of offence, to bring offenders to justice, or to protect the public health of society or conveners. നോക്കൂ, അടുത്തത് 9th. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? Every officer whose duty it is to such officer to take, receive, keep, to expand any property on behalf of government. ഗവൺമെന്റിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു? ഒരു ഓഫീസർ ടേക്ക് ചെയ്യുന്നു, എടുക്കുന്നു, റിസീവ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു, കീപ്പ് ചെയ്യുന്നു, സൂക്ഷിക്കുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു, വികസിപ്പിക്കുന്നു, പ്രോപ്പർട്ടി ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന് വേണ്ടി പ്രോപ്പർട്ടി എടുക്കുന്നയാള്, പ്രോപ്പർട്ടി സൂക്ഷിക്കുന്നയാള്, പ്രോപ്പർട്ടി എക്സ്പാൻഡ് ചെയ്യുന്നയാള്, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ആരാണ്? പബ്ലിക് സർവൻസ്. ഓർ ടു മേക്ക് എനി സർവേ, സർക്കാരിന് വേണ്ടി സർവേ ചെയ്യുന്നയാള്, പിന്നെന്താണ്? അസസ്മെന്റ് ചെയ്യുന്നയാള്, കോൺട്രാക്ട് ചെയ്യുന്നയാള്, അല്ലെങ്കിൽ ഒരു കാര്യം നടപ്പാക്കുന്നയാള്, റവന്യൂ പ്രോസസ് നടത്തുന്നയാള്, അന്വേഷണം നടത്തുന്നയാള്, റിപ്പോർട്ട് ചെയ്യുന്നയാള്, പിന്നെ പെക്യൂനറി ഇൻട്രസ്റ്റ് ഓഫ് ദ ഗവൺമെന്റ്. എന്താ പെക്യൂനറി ഇൻട്രസ്റ്റ്? സാമ്പത്തിക താല്പര്യം. സാമ്പത്തിക താല്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നയാള്? സർവേ ചെയ്യുന്നയാള്, അസസ്മെന്റ് ചെയ്യുന്നയാള്, കോൺട്രാക്ട് ചെയ്യുന്നയാള്, ഇതെല്ലാം പബ്ലിക് സർവൻസ്. പെക്യൂനറി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചോ, സാമ്പത്തിക താല്പര്യം കേട്ടോ, പെക്യൂനറി. പിന്നെന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? ഓർ ടു മേക്ക്, authenticate or keep the document relating the pecuniary interest. സർക്കാരിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ഡോക്യുമെന്റുകൾ എഴുതി സൂക്ഷിക്കുന്നു, ഡോക്യുമെന്റുകൾ സംരക്ഷിക്കുന്നു, ഡോക്യുമെന്റുകൾ കൈമാറുന്നു, വാങ്ങുന്നു, കൊടുക്കുന്നു. ഇവരെല്ലാവരും പബ്ലിക് സർവൻസ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഓർ ടു പ്രിവെന്റ് ഫ്രാക്ഷൻ ഓഫ് എനി ഓഫ് ദ പ്രൊഡക്റ്റ്
പ്രൊട്ടക്ഷൻ ഓഫ് ദ പബ്ലിക് ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക്. സാമ്പത്തികമായി ബന്ധപ്പെട്ട് പൊതുതാൽപര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും എന്താണ്? പബ്ലിക് സർവൻ്റ്. ഇതെന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കും. ഇതിൻ്റെ ഏതെങ്കിലും ഒരു വരി ഇങ്ങനെ തന്നിട്ട് അതിനിടയ്ക്കുന്ന ഒന്നോ രണ്ടോ വാക്കങ്ങ് മിസ്സാവും. അവിടെ ഫില്ല് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പം നമ്മൾ പറയും. മനസ്സിലായോ? ഇതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ പബ്ലിക് സർവൻ്റാണ്, നമുക്കറിയാം. പക്ഷേ ആ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണ്, അത് സെൻറ്റൻസ് എവിടെയാണുള്ളത്, അവിടുത്തെ ആ സെൻറ്റൻസിലെ വാക്ക് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. മനസ്സിലായോ പറഞ്ഞെന്താണ്? മനസ്സിലായി സാർ. Every officer മനസ്സിലായി സാർ. whose duty it is to such officer to take, receive, keep, expand the property, that make the survey assessment of levy of the rate of tax. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ, മുമ്പേ എന്തൊക്കെ പറഞ്ഞു അതാണ് നോക്കേണ്ടത്. നമുക്ക് പഠിക്കാൻ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. എവരി ഓഫീസർ ഇറ്റ് ഈസ് ദ ഓഫീസർ ടു ടേക്ക്, തൊട്ട് മേലത്തെ സെക്ഷൻ നോക്കൂ, ടേക്ക്, റിസീവ്, കീപ്പ്, എക്സ്പാൻഡ് ദ പ്രോപ്പർട്ടി, സർവേ ഓഫ് അസസ്മെൻറ്റ്, ലെവി ഓഫ്, എന്താ പറഞ്ഞേക്കുന്നത് അവിടെ? അവിടെ പറഞ്ഞേക്കുന്നത് അസസ്മെൻറ്റ് ഓഫ് ദി സർവേ, മേക്ക് സർവേ എന്ന് പറഞ്ഞു. തൊട്ട് 10ാമത്തെ സെക്ഷനിൽ പേര് പറയുന്നു ലെവി ഓഫ് ടാക്സ് എന്ന് പറയും. അപ്പോൾ ടാക്സുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരെല്ലാവരും പബ്ലിക് സർവൻ്റാണ്. അപ്പോൾ ഒരു സെക്ഷൻ കാണാതെ പഠിച്ചാൽ 2ാമത്തെ സെക്ഷൻ കാണാതെ പഠിക്കേണ്ട, ആദ്യത്തെ സെക്ഷൻ്റെ ചേഞ്ച് എന്താണെന്ന് പഠിക്കാം. അടുത്തത്, ഫോർ സെക്യൂർ ദ കോമൺ പർപ്പസ് ഓഫ് എനി വില്ലേജ്, ടൗൺ ഓർ ഡിസ്ട്രിക്ട് ആൻഡ് മേക്ക് ഒതൻറ്റിക്കേറ്റ്, കീപ്പ്, ഡോക്യുമെൻ്റ് ഓഫ് അസസിങ് ദ റൈറ്റ് ഓഫ് ദ പീപ്പിൾ ഓഫ് ദ വില്ലേജ്, ടൗൺ ഓർ ഡിസ്ട്രിക്ട്. എന്താ പറഞ്ഞ അവിടെ? അതിന് എളുപ്പം എന്താ? വില്ലേജിലെയോ ടൗണിലെയോ ജില്ലയിലെയോ ആധികാരികമായി ഡോക്യുമെൻ്റ് സൂക്ഷിക്കുകയോ അസസ് ചെയ്യുകയുള്ള അവകാശമുള്ള എല്ലാവരും എന്താകുന്നു? വില്ലേജിലോ ടൗണിലോ ഡിസ്ട്രിക്റ്റിലോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എന്താകുന്നു? പബ്ലിക് സർവൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും പബ്ലിക് സർവൻ്റ് ആണ്, ടൗണിലെ ഉദ്യോഗസ്ഥർ പബ്ലിക് സർവൻ്റ് ആണ്, ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും പബ്ലിക് സർവൻ്റ് ആണ്. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ? പബ്ലിക് സർവൻറ്റിനെ കുറിച്ച് IPC പറഞ്ഞേക്കുന്ന 21ാമത്തെ സെക്ഷനിലാണ്. പബ്ലിക് സർവൻറ്റ് ആ 21 പിടിച്ച് തിരിച്ചിട്ട് ആ 12 കിട്ടും. ആ പബ്ലിക് സർവൻറ്റ് എത്ര കാറ്റഗറി ഉണ്ട്? പബ്ലിക് സർവൻറ്റ് 12 കാറ്റഗറി. മനസ്സിലായോ? മനസ്സിലായി സാർ. പബ്ലിക് സർവൻറ്റിനെ IPC പറഞ്ഞിരിക്കുന്നത് 21ാമത്തെ സെക്ഷനിലാണ്. ആ 21നെയും 2നെയും തിരിച്ചിട്ടാൽ 12 കിട്ടും. പബ്ലിക് സർവൻറ്റ് എത്ര കാറ്റഗറി ഉണ്ട്? 12 കാറ്റഗറി ഉണ്ട്. 12ാമത്തെ എന്താ പറയുന്നത്? എവരി പേഴ്സൺ ഇൻ ദ സർവീസ് ഓഫ് ദ ഗവൺമെൻറ് ഓർ റെമ്യൂണറേറ്റഡ് ബൈ ദ ഫീ. സർക്കാരിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഫീസ് കിട്ടിയാൽ ഹീസ് എ പബ്ലിക് സർവൻറ്റ്. കമ്മീഷൻ കിട്ടിയാൽ ഹീസ് എ പബ്ലിക് സർവൻറ്റ്. പിന്നെന്താ പറഞ്ഞ? പെർഫോമൻസ് ഓഫ് പബ്ലിക് ഓഫീസ് ബൈ ഗവൺമെൻറ്. പൊതുജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാൾക്ക് സർക്കാർ ഫീസ് കൊടുക്കുന്നു, ഹീസ് എ പബ്ലിക് സർവൻറ്റ്. സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ല, കമ്മീഷൻ കൊടുക്കുന്നു, ഹീസ് എ പബ്ലിക് സർവൻറ്റ്. ഡിഡ് യു അണ്ടർസ്റ്റുഡ്? In the service of the pay of the local authority, corporation, establishment of under provincial or the state tax, the government company as defined in section 617 of the Companies Act 1956 is considered as a public. എന്താ പറഞ്ഞിരിക്കുന്നത്? 617ാമത്തെ സെക്ഷനിൽ, കമ്പനീസ് ആക്ടിൻ്റെ 617ാമത്തെ സെക്ഷനിൽ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പേഴ്സൺസും എന്താണ്? പബ്ലിക് സർവൻ്റ് ആണ്. മനസ്സിലായോ? മനസ്സിലായി സാർ. ആ മക്കൾസ് 2 പേരും 5 ഷാജി മൈക്ക്.
വായിക്കട്ടെ സാർ? അതെ അതെ. എവരി സിക്സ്ത്, ഞാൻ സിക്സ് തൊട്ട് വായിക്കാവേ. ആ Sixth, every arbitrator or other person to whom any cause or matter has been referred for decision or report by any court of justice or by any other competent public authority. Seventh, every person who holds any office by virtue of which he is empowered to place or keep any person in confinement. Eighth, every officer of the government whose duty is as such officer to prevent offences, to give information of offences, to bring offenders to justice, or to protect the public health, safety, or convenience. Ninth, every officer whose duty it is as such officer to take, receive, keep, or expend any property on behalf of the government, or to make any survey, assessment, or contract on behalf of the government, or to execute any revenue process, or to investigate or to report on any matter affecting the pecuniary interests on government, or to make, authenticate, or keep any document relating to the peculiar interest of the government, or to prevent the infraction of any law for the protection of the pecuniary interests of the government. Tenth, every officer whose duty it is as such officer to take, receive, keep, or expand any property, to make any survey or assessment, or to levy any rate or tax for any secular common purpose of any village, town, or district, or to make, authenticate, or keep any document for the ascertaining of the rights of the people of any village, town, or district. Also, I get it, sir. ആയിട്ട് വായിച്ചോളൂ. 11th, every person who holds any office in virtue of which he is empowered to prepare, publish, maintain, or revise an electoral roll, or to conduct an election or part of an election. യെസ്. 12th, every person in the service or fees or commission for the performance of any public duty by the government. B. Every person in the service of pay of a local authority, a corporation established by or under a central, provincial, or state act, or a government company as defined in section 617 of the Companies Act 1956, 1 of 1956, section 21 IPC. യെസ്. ആ ഷീമോൾ വായിച്ചേ. കേൾക്കുന്നില്ലല്ലോ ഈ വായിക്കുന്നത്. ഈ വായിക്കുന്നില്ലേ? അവിടെ ശബ്ദത്തിന് എന്തോ കുഴപ്പമുണ്ടോ? ആ വീക്ക് പിന്നെ വായിക്കാം. വെയിറ്റ് ചെയ്യും. ആ മൈക്കൊക്കെ ഒന്ന് ശരിയാക്കി വെക്കും. അടുത്ത്, എ മുനിസിപ്പൽ കമ്മീഷൻ ഈസ് എ പബ്ലിക് സർവൻറ്റ്. ഷീമോള് വെയിറ്റ് ചെയ്യൂ. അത് മൈക്ക് ശരിയാക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ കേൾക്കുന്നില്ല. എ മുനിസിപ്പൽ കമ്മീഷൻ ഈസ് എ പബ്ലിക് സർവൻറ്റ്. എന്താ പറഞ്ഞേ? The president and the secretary of the cooperative society are not public servants. വളരെ കൃത്യമായിട്ട് പറഞ്ഞേക്കുമോ? കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും പബ്ലിക് സർവൻ്റ് അല്ല. Within the meaning of the clause 12b of section 21 IPC, to whom the provisions of section 109 IPC are not attracted because the cooperative society is not a corporation. മുനിസിപ്പൽ കോർപ്പറേഷൻ കോർപ്പറേഷനാണ്. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നല്ല, പബ്ലിക് സർവൻറ്റിൻ്റെ അണ്ടറിൽ വരില്ല. എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആക്ട് ആൻഡ് ദ സർവീസ് paid to the supposed are to be assumed the state of Punjab versus കേസരി ചന്ദ്. സ്റ്റേറ്റ് ആക്ട് പ്രകാരം രൂപീകരിച്ചതാണെങ്കിലും ശമ്പളം സർക്കാരിൻ്റെ പൊതുഖജനാവിൽ നിന്ന് കൊടുക്കാത്തിടത്തോളം കാലം എന്തല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ
പ്രസിഡന്റ് സെക്രട്ടറി ആരല്ല, Sir, പബ്ലിക് സെർവൻ്റ് അല്ല. ആ പറയൂ. sir, ആ sir, range ഏതാ? EIP. കേട്ടില്ല. Range ഏതാണ്? ആ നോ പ്രോബ്ലം. നെറ്റ് കട്ടായിപ്പോയി. ആ ശരി, മോളൊന്ന് വായിച്ചേ. ഇവിടെ മഴയുണ്ടതാ. നെറ്റ് വന്നെങ്കിൽ ഒന്ന് വായിച്ചേ. വായിക്കട്ടെ സാർ. ഓ വായിക്കോ. 9. Every officer whose duty it is as such officer to take, receive, keep, or expend any property on the behalf of the government, or to make any survey, assessment, or contract on behalf of the government, or to execute any revenue process, or to investigate or to report on any matter affecting the pecuniary interest of the government, or to make, authenticate, or keep any document relating to the pecuniary interest of the government, or to prevent the infraction of any law for the protection of the pecuniary interest of the government. 10th, every officer whose duty it is as such officer to take, receive, keep, or expend any property, to make any survey or assessment, or to lay any rate or tax for any secular common purpose of any village, town, or district, or to make, authenticate, or keep any document for the ascertaining of the right of the people of any village, town, or district. 11. Every person who holds of any office in virtue of which he is empowered to prepare, publish, maintain, or revise an electoral roll, or to conduct any election or part of an election. 10. Every person A in a service or pay the government, or remunerated by fee or commission for the performance of any public duty by the government. B in the service of pay of a local authority, corporation established by or under a central provincial provisional provincial or state act, or a government company as defined in the section 617 of the Companies Act 1956, one of 1956, section 21 IPC. യെസ്, നോക്കൂ. മുനിസിപ്പൽ കമ്മീഷൻ ഈസ് എ പബ്ലിക് സർവൻറ്റ്. മുനിസിപ്പൽ കമ്മീഷൻ ആരാകുന്നു? പബ്ലിക് സർവൻ്റ് ആകുന്നു. ദ പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ആർ നോട്ട് എ പബ്ലിക് സർവൻറ്റ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി പബ്ലിക് സർവൻ്റ് അല്ല. വിത്തിൻ ദ മീനിങ് ഓഫ് ദ ക്ലോസ് 12th B of section 21 of IPC. IPCയിലെ സെക്ഷൻ 21ന്റെ 12ാമത്തെ ബി പ്രകാരം എന്തല്ല? പ്രസിഡന്റും സെക്രട്ടറിയും, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറിയും പബ്ലിക് സർവൻ്റ് അല്ല. ആൻഡ് ഹൂം ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 409 ഓഫ് IPC 409 പ്രകാരവും അവർ പബ്ലിക് സർവൻ്റ് ആകുന്നില്ല. Are not attracted because the cooperative society is not corporation. കോർപ്പറേറ്റീവ് സൊസൈറ്റി ആണ്, അത് കോർപ്പറേഷൻ അല്ല. എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആക്ട്. സ്റ്റേറ്റ് ആക്ട് പ്രകാരം കോർപ്പറേഷൻ രൂപീകരിക്കുന്നു. പക്ഷെ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. അത് ആക്ട് വേറെയാണ്. അതുകൊണ്ട് അത് പബ്ലിക് സർവൻ്റ് അണ്ടറിൽ വരില്ല. ഓർ പേ ആൻഡ് സപ്പോസ്ഡ് ബൈ, പേ ദേ സപ്പോസ്ഡ് ഓർ നോട്ട് അസ്യൂംഡ് ബൈ ദ ടു ബി. അതിന് പബ്ലിക് ഫണ്ടിൽ നിന്നല്ല അവർക്ക് പേ ആൻഡ് അലവൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് പബ്ലിക് സർവൻ്റ് അല്ല. ഏത് കേസിലാണ് പറഞ്ഞത്? സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് കേസരി ചന്ദ് 1987. ഓക്കെ. ബ്രാഞ്ച് മാനേജർ ഓഫ് നാഷണൽ ബാങ്ക് ഈസ് നോട്ട് എ പബ്ലിക് സർവൻറ്റ് വിത്തിൻ ദ മീനിങ് ഓഫ് ക്ലോസ് 12B ഓഫ് ദ സെക്ഷൻ. പബ്ലിക് സർവൻ്റ് ബാങ്ക് മാനേജർ, പബ്ലിക് അണ്ടർടേക്കിങ്ങിലെ ബാങ്ക് മാനേജർ ആരാകുന്നില്ല? പബ്ലിക് സർവൻ്റ് ആകുന്നില്ല. അശോക് മിത്ര വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? എ പേഴ്സൺ നീഡ് നോട്ട് ടു ബി ദ ഓഫീസർ ഓഫ് ബീയിങ് പബ്ലിക് സർവൻറ്റ്. ഹി ഹാസ് ഓൺലി ടു ബി ദ പേഴ്സൺ ടു സർവീസ് പേ ദ ഗവൺമെൻറ് റെമ്യൂണറേറ്റഡ് പെർഫോമൻസ് ബൈ ദ പബ്ലിക് ഡ്യൂട്ടി. പൊതുജോലി ചെയ്യുമ്പോൾ
സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കപ്പെടുന്ന ആളെ മാത്രമേ എന്ത് പറയുന്നുള്ളൂ, പബ്ലിക് സർവൻ്റ് എന്ന് പറയുന്നുള്ളൂ. നാഷണലൈസ്ഡ് ബാങ്കിലെ ആൾ പബ്ലിക് സർവൻ്റ് അല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സെക്രട്ടറി പബ്ലിക് സർവൻ്റ് അല്ല, പ്രസിഡന്റ് പബ്ലിക് സർവൻ്റ് അല്ല. മനസ്സിലായോ? He has only Sir. the person who service to pay the government or remunerated in the view of the performance of public duty. 1985 Criminal Law Journal NOC Madras. High Court judges is a public servant, but he cannot be removed from the office of the government. He can be removed by English. ഹൈക്കോടതി ജഡ്ജി ആരാകുന്നു? പബ്ലിക് സർവൻ്റ് ആകുന്നു. അയാളെ ഇംപീച്ച് ചെയ്യാൻ പറ്റും. Therefore, sanction under 197 CRPC, prosecution of the High Court judge is not enough. അഡ്വക്കേറ്റ് ജനറൽ ഹൈദരാബാദ്. അഡ്വക്കേറ്റ് ജനറൽ ഹൈദരാബാദ് പറഞ്ഞ കേസ് വരുന്നത് ഹൈക്കോടതി ജഡ്ജിയെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ട, ഇംപീച്ച് ചെയ്യാതാണ്. സോ ദ ഹൈക്കോടതി ജഡ്ജി ഈസ് കൺസിഡേർഡ് ആസ് എ പബ്ലിക് സർവൻ്റ്. അടുത്തത് RS നായക് വേഴ്സസ് ആന്തുലൈ. Year 1984, the Supreme Court has held that member of Legislative Assembly is not a public servant. MLA public servant അല്ല. Within the clause of the ground of the participation of the debate in motion of the breach of privilege and taking action, the contempt of House is voting thereof constitutional function, adjudicatory function. Discharge of him, therefore, it cannot be said of adjudicatory function. It can be also stayed. Continuous. 655. Supreme Court held that judges of the High Court and Supreme Court included within the word of judge. അവിടെ എന്താ പറഞ്ഞേ? Legislative Assembly member, MLA and MPs are not a public servant. They are discharging constitutional function, not to public authority. മനസ്സിലായോ? But the Supreme Court judge and High Court judge are considered as public servant. അവർ ജഡ്ജാണ്, അതുകൊണ്ട് പബ്ലിക് സെർവൻ്റ് ആണ്. യൂസ് ദ ക്ലോസ്, ദേ ആർ പബ്ലിക് സെർവൻറ്റ്. അഡ്വക്കേറ്റ് ജനറൽ വേഴ്സസ് ആന്ധ്രാപ്രദേശ്. അഡ്വക്കേറ്റ് ജനറൽ ആന്ധ്രാപ്രദേശ് വേഴ്സസ് രാജ്പാതി സുബ്ബറാവു എന്ന കേസിലാണ് അങ്ങനെ പറഞ്ഞത്. It has been held that High Court of Andhra Pradesh that the central government is not a competent authority to sanction the prosecution of the High Court judges. High Court judge prosecute ചെയ്യാൻ central government authority ഇല്ല. Because the remedy is in the constitution only by way of removal or impeachment. മനസ്സിലായോ മക്കളെ? മനസ്സിലായി സർ. യെസ്. ഒന്ന് വായിച്ചു നോക്കൂ. അല്ല, ഒന്ന് വായിച്ചേ കുറച്ച്. A municipal commissioner is a public servant. The president and the secretary of the cooperative society are not public servants within the meaning of the clause 12b of section 21 of IPC, and to whom the provisions of section 409 IPC are not attracted because the cooperative society is not a corporation established by a state act in whose service or pay they supposedly are or are assumed to be. State of Punjab versus Kesari Chand 1987 subclause 1. Recent CR 297 FB. Branch manager of a nationalized bank is not a public servant within the meaning of clause 12 subclause B of this section. Ashok Kumar Mitra versus State of West Bengal 1994 subclause 3. Recent CR 564 Calcutta. A person need not be an officer for being a public officer. He has only to be a person in the services or pay of the government or remunerated in view of performance of any public duty. 1985 Criminal Law Journal NOC 5 Madhya Pradesh.
High Court judge is a public servant, but he cannot be removed from his office by government. He can be removed only by impeachment. Therefore, sanction under Section 197 CRPC for prosecution of High Court judge is not enough. Advocate General Hyderabad versus Rajpudi Subbarao FB 1991 Criminal Law Journal 613 AP Andhra Pradesh. മനസ്സിലായോ? മനസ്സിലായി സാർ. ആ, ഈ മൂന്നും കൂടെ വായിക്കും. നമുക്ക് ഇന്നത്തെ സെഷൻ അങ്ങ് നിർത്താം. ജിയ ഔട്ട് ഓഫ് റേഞ്ചിലായോ? ഇല്ല സാർ. വായിക്കും. A municipal commissioner is a public servant. The president and the secretary of the cooperative society are not public servants within the meaning of the clause 12th D of the section 21 of the IPC, and to whom the provision not public servant within the meaning of the clause 12 and to whom the provision of section 409 IPC are not attracted because the cooperative society is not a corporation established by the state act in the whose service or pay they supposedly are or are assumed to be. State of Punjab versus Kesari Chand 1987 1 recent CR 297 FP branch manager of the nationalized bank is not a published servant within the meaning of the clause 12B of this section. Ashok Kumar Mitra versus State of West Bengal 1994 3 recent CR 564 Calcutta. A person need not be an officer for being a public servant. He has only to be a person in the service or paid of the government or remunerated in view of the performance of any public duty. 1985 NOC 5 Madhya Pradesh. Sir, Madhya Pradesh. അതെ. High Court judge is a public servant, but he cannot be removed from his office by government. He can removed only by the impeachment. Impeachment, therefore, sanctioned under Section 197 CRPC for prosecution of High Court judge is not enough. Advocate General Hyderabad versus Rajpути Subba Rao FP 1991 CRLG 613 AP Andhra Pradesh. ഓക്കെ, നാളെ എപ്പോഴാ?